ജനിച്ചു വീഴുന്ന കുരുന്നുകൾക്ക് അമ്മ നൽകുന്ന അമൃതാണ് മുലപ്പാൽ. ഒരേ സമയം കുഞ്ഞിന്റെ ആദ്യത്തെ ഭക്ഷണവും ആദ്യത്തെ ഔഷധവുമാകുന്ന അത്ഭുതമാണിത്. എന്നാൽ പ്രകൃതിയുടെ വരദാനമായി കരുതുന്ന മുലപ്പാലിൽ പോലും വിഷമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മുലപ്പാലിൽ യുറേനിയത്തിന്റെ അളവ് വർദ്ധിക്കുന്നതായാണ് ബീഹാറിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് പുറത്തുവിടുന്ന വിവരം. ഇത് ശിശുക്കളിൽ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. കുറഞ്ഞ IQ, നാഡീ വ്യവസ്ഥയുടെ തകരാർ തുടങ്ങി നിരവധി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് വിവിധ ജില്ലകളിലെ സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. ഡൽഹി എയിംസിലെ ഡോക്ടർ അശോക് ശർമ്മയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. അന്താരാഷ്ട്ര ജേണലായ നേച്ചറിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബീഹാറിലെ 40 അമ്മമാരിൽ നടത്തിയ പഠനത്തിൽ എല്ലാ സാമ്പിളുകളിലും മുലപ്പാലിൽ യുറേനിയത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. 70% ശിശുക്കളിലും ക്യാൻസർ, ഇതര ആരോഗ്യ അപകട സാധ്യതകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിലുള്ള യുറേനിയത്തിന്റെ അളവ് അനുവദനീയമായ പരിധിക്ക് താഴെയായിരുന്നു. ഭോജ്പൂർ, സമസ്തിപൂർ, ബെഗുസാരായ്, ഖഗാരിയ, കതിഹാർ, നളന്ദ എന്നിവയുൾപ്പെടെ 6 ജില്ലകളിലാണ് പഠനം നടത്തിയത്. ഏറ്റവും ഉയർന്ന ശരാശരി മലിനീകരണം രേഖപ്പെടുത്തിയത് ഖഗാരിയ ജില്ലയിലാണ്. ഏറ്റവും ഉയർന്ന ഒറ്റപ്പെട്ട മൂല്യം രേഖപ്പെടുത്തിയത് കതിഹാർ ജില്ലയിലും. രോഗപ്രതിരോധ ശേഷിക്കും കുഞ്ഞിന്റെ ആദ്യകാല വികാസത്തിനും മുലപ്പാൽ നിർണായകമാണ്. എന്നാൽ മുലപ്പാലിൽ യുറേനിയം പോലുള്ള വിഷവസ്തുക്കൾ കലർന്നാൽ അത് ശിശുക്കളുടെ ആരോഗ്യത്തിന് കാര്യമായ ഭീഷണി ഉയർത്തും. ഇവിടെ യുറേനിയത്തിന്റെ ദോഷവശങ്ങൾക്കാണ് ശിശുക്കൾ ഇരയാകുന്നത്. അവരുടെ അവയവങ്ങളുടെ പ്രവർത്തനം ഇതുമൂലം തകരാറിലാകുന്നുവെന്ന് ന്യൂഡൽഹിയിലെ ഫോർട്ടീസ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ അനിത ഗുപ്ത പറഞ്ഞു. നിലവിൽ മുലപ്പാലിൽ 0 മുതൽ 5.25 മൈക്രോലിറ്റർ യുറേനിയം സാന്ദ്രതയെ അടിസ്ഥാനമാക്കി ശിശു ആരോഗ്യത്തിൽ യഥാർത്ഥ ആഘാതം കുറവാണെന്ന് പഠനം ഇപ്പോഴും നിഗമനം ചെയ്യുന്നു. ഗ്രാനൈറ്റുകളിലും മറ്റ് പാറകളിലും കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് യുറേനിയം. ഖനനം, കൽക്കരി കത്തിക്കൽ, ന്യൂക്ലിയർ വ്യവസായങ്ങളിൽ നിന്നുള്ള പുറന്തള്ളലുകൾ, ഫോസ്ഫേറ്റ് വളങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെയും ഭൂഗർഭ ജലത്തിലൂടെയും ഇത് ശരീരത്തിൽ കലരാം. പഠനമനുസരിച്ച് ഈ മലിനീകരണം കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നോ അവിടെ വളർത്തുന്ന ഭക്ഷണ വിളകളിൽ നിന്നോ ആകാനാണ് സാധ്യത. ഇന്ത്യയിലെ ഏകദേശം 151 ജില്ലകളിലും 18 സംസ്ഥാനങ്ങളിലും ഭൂഗർഭജലത്തിൽ യുറേനിയം സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ബീഹാറിൽ ഏകദേശം 1.7% ഭൂഗർഭജല സ്രോതസ്സുകളിൽ ഇത് കലർന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഖന ലോഹങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാൻ ഇത്തരം പഠനങ്ങൾ നടത്തുമെന്ന് ഡോക്ടർ അശോക് പറഞ്ഞു.